സംഗീതം അത് ഒരു ശബ്ദവിന്യാസം മാത്രമല്ല, ആത്മീയ നിർവൃതി കൂടിയാണ്. അത് ഒരു സേവനമാണ്. ചിലർ സംഗീതം പാടുന്നു, ചിലർ സംഗീതം ജീവിക്കുന്നു. ദേവാലയ സംഗീത രംഗത്ത് ദീർഘമായ 54 വർഷങ്ങൾ പിന്നിടുന്ന പള്ളിപ്പറമ്പിൽ ഫെലിക്സ് എന്ന നമ്മുടെ സ്വന്തം പെല്ലപ്പൻ ചേട്ടനെ നാം ഇന്ന് ആദരിക്കുന്നു. ശേഷം 10-ാം വയസ്സ് പള്ളിയിൽ കാലത്ത് 6 മണിക്ക് അവിടെ പാടും. അതിനുശേഷം 9 മണിയാകുമ്പോൾ രാത്രി പള്ളി അല്ല 10-ാം വയസ്സ് പള്ളി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഡക്കിളായിട്ട് ഇതായി. ഡക്കിളിൻ്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തു. 1972 സെയിൻറ്റ് തോമസ് സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സംഗീതജ്ഞരുടെ ഒരു എക്യുമെനിക്കൽ ചർച്ച് ക്വയർ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. CACയുടെ നേതൃത്വത്തിൽ ഫാദർ ചുമ്മാറിൻ്റെ ശിക്ഷണത്തിൽ നടന്ന ആ ക്വയർ കേരളത്തിൽ അത്തരത്തിലുള്ള ആദ്യ സംഭവമായിരുന്നു. തുടർന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗിറ്റാറിസ്റ്റുമായ എൽറിഡ്ജ് ഐസക്സ്, വയലിനിസ്റ്റ് പോൾ റോസ്മോൾ തുടങ്ങിയ സംഗീത രംഗത്തെ പ്രമുഖരുമൊത്ത് പച്ചാളം 10-ാം പിയൂസ് പള്ളിയിൽ ക്വയർ തുടങ്ങി. പിന്നെ അപ്പോൾ ഇവർ കുറേ കുട്ടികളെ പഠിപ്പിക്കലും അവർ പഠിപ്പിക്കും. പിന്നെ കൊയറുകളും ഗാനമേളയൊക്കെ ഒരുപാട് ചെയ്ത് വന്നിട്ടും അത് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അബുദാബി അവരുടെ കണ്ണീർമുത്തുകൾ കാഴ്ച നൽകാം പാവനമാകുമീ ബലിവേദിയിൽ കാരുണ്യമോടെ നീ സ്വീകരിക്കൂ. ഫെലിക്സ് പെല്ലപ്പ, ഇത് യൂജിന. എൽറിഡ്ജ് കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പെല്ലപ്പനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന്. അപ്പോൾ ഓർമ്മ വരുന്നത് പഴയ കാലങ്ങളാണ്, നല്ല കാലങ്ങൾ. ചാത്യാത്തിൽ കൊയറിന് വായിച്ചിരുന്ന കാലങ്ങളും നിങ്ങൾ CACയിൽ വന്ന് ഹാങ് ഔട്ട് ചെയ്തിരുന്ന കാലങ്ങളും പിന്നെ നമ്മൾ അതിരമ്പുഴ പോയതും പല വെക്കേഷനൊക്കെ നമ്മൾ ഒരുമിച്ച് പോയായിരുന്നു. ആ നല്ല കാലങ്ങൾ ഓർമ്മ വരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ഹെൽത്ത് ആൻഡ് എ ലോങ് ലൈഫ്. ബൈ. 6:30 പാടും, പിന്നെ 9 മണിക്ക് ചായത്തുപള്ളി പാടും. വൈകുന്നേരം ആകുമ്പോൾ ഞാനും കൂടി ബസ്സിലേക്ക് പോകും. അവിടെ പ്രോപ്പർട്ടി വെള്ളം വരും. അപ്പോൾ അവിടെ 5 മണിക്കത്തെ കുർബാനൊക്കെ പാടും. അങ്ങനെ പോയി. പിന്നെ അതുകൊണ്ട് ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ പോപ്പ് വന്നപ്പോൾ ബസിലിക്കയിൽ വന്നപ്പോൾ ഞങ്ങളൊരു ടീമിൽ 2-3 പാട്ടോടെ പാടും. പോപ്പിൻ്റെ കൊന്ത സമ്മാനം കിട്ടും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. ദേവാലയ സംഗീതത്തിലൂടെ വളർന്ന് ദേവാലയ സംഗീതത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് 50 വർഷം പൂർത്തീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട ഫെലിക്സ് ഏട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ക്വയറുകൾക്ക് ഒന്നിച്ച് പാടിയിട്ട് പങ്കെടുത്തിട്ടുമുണ്ട്. CACയുടെ കൂടെ ഞാനായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ക്വയറുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചാത്യാത്ത് പള്ളിക്ക് വേണ്ടി ഞാൻ പാടാൻ വരുമ്പോഴും ഒക്കെ ഫെലിക്സ് ഏട്ടനെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. ഈ അടുത്ത് എൽറിജ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ 50-ാം വാർഷികം ആഘോഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത്. ഒരുപാട് സന്തോഷം. സംഗീത ലോകത്ത് 50 വർഷം തുടർച്ചയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഫെലിക്സ് ഏട്ടന് ഇനിയും പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ.
ദൈവം ശക്തി തരട്ടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാം നന്മകളും നേർന്നുകൊണ്ട്. പിന്നെ 95 കാലഘട്ടത്തിൽ ഞാൻ അബുദാബി ചെന്നിട്ട് പിന്നെ അവിടെ ഒരു പാദരാഷ്ട്രനായിട്ട് പരിചയപ്പെട്ടു. അവിടുത്തെ കോയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ 98 പുള്ളി ട്രാൻസ്ഫർ ആയി. പിന്നെ അത് ഞങ്ങളുടെ കുറച്ച് ആൾക്കാരായിരുന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ സഹായിക്കുന്നത് ജോസ്, സാമുവൽ, ജിപ്സൺ ബ്രദർ, കുറച്ച് ആൾക്കാരെല്ലാം ഞങ്ങളൊരു 23 വർഷം അവിടെ ഉണ്ടാവും. നമ്മുടെ കാലഘട്ടത്തിൽ ആ പോയത് യുഎയിലെ ഏറ്റവും ബെസ്റ്റ് പോയതായിട്ട് മാറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തു പറ്റും. നമ്മുടെ ലോകപ്പള്ളിക്ക് 2019 2024 വരെ പാടും. പ്രിയരെ, ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ നിങ്ങളോട് 2 വാക്കുകൾ സംസാരിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എല്ലപ്പൻ യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും ഇളയ അനുജൻ എൽറിജ് ഐസക്സിൻ്റെ അടുത്ത സുഹൃത്ത് വലയത്തിലുള്ള ഒരാളാണ്. 1976 തോന്നുന്നു. അവിടെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള പയസ്റ്റൻത്ത് പള്ളിയിൽ അവർ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നൊരു കൊയർ രൂപീകരിക്കുകയുണ്ടായി. അതിൽ ഹാർമോണിയം വായിച്ചിരുന്നത് വല്ലപ്പനാണ്. എൽറിജ് ഗിറ്റാർ, വയലിൻ ഐ തിങ്ക് ദാറ്റ് വാസ് റോസ്മോൺ, പിന്നെ ഒരു പോളും. ഈ 4 പേരുമായിട്ട് എൽറിജ് വഴിയുള്ള ഒരു അടുത്തൊരു ബന്ധം അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സീറോ മലബാർ റൈറ്റിലുള്ള ആരാധനക്രമത്തിലുള്ള പാട്ടുകളൊക്കെയാണ് അവരന്ന് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നതും അവിടെ നല്ലൊരു കൊയർ രൂപീകരിച്ചതും. അതിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രാക്ടീസ് ടൈമിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ എമ്മിലും ഞാനും അവിടെ പോയി കൗതുകത്തോടുകൂടി അത് വീക്ഷിക്കുകയും വേണ്ട ചെറിയ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തതായിട്ടും ഓർമ്മയിലുണ്ട്. എന്നാൽ എൽറിജിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വല്ലപ്പനുമായിട്ട് വേറൊരു ബന്ധമുണ്ട്. അത് പലർക്കും അറിയില്ല. 1971 എറണാകുളത്ത് ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു എക്യുമെനിക്കൽ കൊയർ ഉണ്ടായിരുന്നു. അതായത് ലത്തീൻകാരും സീറോ മലബാറുകാരും മാർത്തോമൈറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ ഡിനോമിനേഷൻസിലുള്ള ഗായകരിൽ നിന്നും 100 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു കൊയർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ 100 സെലക്റ്റഡ് ഗായകരുടെ കൂട്ടത്തിൽ വല്ലപ്പനും ഉണ്ടായിരുന്നു. ഈശ്വരബീന യങ് ബോയ് അറ്റ് ദ ടൈം, 12 വയസ്സോ 13 വയസ്സുള്ള വല്ലപ്പനും ആ കൂട്ടത്തിൽ പാടാനുണ്ടായിരുന്നു എന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും അങ്ങനെ ഒരു ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അന്ന് കൊയറിൽ വായിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ് പ്ലേയേഴ്സിൻ്റെ കൂട്ടത്തിൽ വയലിൻ വായിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. വല്ലപ്പനെ പറ്റി കൂടുതൽ പറയാനായിട്ട് മ്യൂസിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ ഐ ഡിഡ് ഹാവ് ദ ഫോർച്യൂൺ ഓർ ദ ലക്ക് ടു ഇൻറ്ററാക്ട് വിത്ത് ദം മ്യൂസിക്കലി. എന്നാലും കേട്ടറിഞ്ഞതിൽ നിന്ന് ഗാനമേളക്കോ റെക്കോർഡിങ്ങിനൊക്കെ പോകുന്നതിന് പകരം ഹാർമോണിയം വായിച്ചിരുന്ന വല്ലപ്പൻ പിന്നെ കീബോർഡിസ്റ്റായി. ഇമാര് നല്ലോണം കീബോർഡ് വായിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. എന്നാലും പള്ളിയും ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട കൊയറിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പവും. അതാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പിന്നെ നല്ലൊരു ജോലി കിട്ടി. ഐ തിങ്ക് ഹി വാസ് ഇൻ ദുബായ് ഫോർ 20 to 25 years ago. അത് വേറെ, മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലി. എന്നാലും ഈ ഏൺഡ് ഇനഫ്. അവിടെ വെച്ചും അവിടെയുള്ള പള്ളികളിൽ കൊയറിൽ അദ്ദേഹം സഹകരിച്ചിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കാണിക്കുന്ന ചില നല്ല കാര്യങ്ങളാണ് ഞാൻ ഊന്നി പറയാൻ ശ്രമിക്കുന്നത്. He got married to a beautiful and loving wife and he has 2 children, 1 boy and a girl. അവരൊക്കെ ഇപ്പോൾ വളർന്നു ജോലിക്കാരായി. ഇപ്പോൾ റിട്ടയർഡായിട്ട് എന്താ പറയുന്നത്, ഈസ് എ സീനിയർ സിറ്റിസൺ ഹാവിങ് എ വെരി പീസ്ഫുൾ ആൻഡ് കണ്ടന്റഡ് ലൈഫ് വിത്ത് ഹിസ് ഫാമിലി. മ്യൂസിക്കൽ ആക്ടിവിറ്റി തുടങ്ങിയിട്ട് 50 വർഷം തികയുന്ന ഈ അവസരത്തിൽ my good wishes, love and regards to Pelappan and his beloved family as well. എല്ലാവരോടും കൂടി ഒന്നും കൂടി
എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വണക്കം. അപ്പോൾ ഈ 50 വർഷം പൂർത്തിയാകുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. തുടർന്നും സംഗീതത്തിൽ ദീർഘകാലം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. നമസ്കാരം. ആദ്യം ഫ്രാൻസിസിനോടാണ് ഒരു താങ്ക് യു പറയേണ്ടത് ഇങ്ങനൊരു കാര്യം ഓർഗനൈസ് ചെയ്തതിന്. പിന്നെ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ക്യാമറ ഫേസ് ചെയ്യാൻ നേരത്തിൽ ഗിറ്റാർ കയ്യിലുണ്ടാവും. ഇന്നതും ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു ധൈര്യക്കുറവുണ്ട്. പിന്നെ പെല്ലപ്പൻ്റെ 50th ഇയർ അല്ലേ, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയാവില്ല. ഞാനാണ് ആദ്യം പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുപോലെ 25 വർഷമായിട്ട് ഞങ്ങൾ രണ്ടും, പെല്ലപ്പൻ ദുബായിലും ഞാൻ കുവൈറ്റിലുമാണ്. അതിനു മുമ്പുള്ള ചില ഫ്ലാഷ് ബാക്കുകളൊക്കെ മനസ്സിൽ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് 10ാം വയസ്സ് തൊള്ളിയിൽ നിന്ന് ഗിറ്റാറും ഹാർമോണിയൊക്കെ ചുവന്ന് റെയിലിൽ കൂടി ചാത്തിത്തൊള്ളിയിലോട്ട്, ചാത്തിന്ന് 10ാം വയസ്സ് തൊള്ളിയിലോട്ട് എല്ലാ ആഴ്ചയിലും ഒരു സുരാനി കുർബാനയും ലത്തീൻ കുർബാനയും, പിന്നെ അതുകൂടാണ്ട് അല്ലാത്ത മരിച്ചൊരു കുർബാനയും, എത്രയോ കൊയറുകൾ വായിച്ചത് ഒരു പെടുത്തില്ല. വർഷങ്ങളോളം കൂടെ റോസ്മോലും പോളും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പോർട്രേറ്റ് പോലെയായിരുന്നു ഞങ്ങൾ 4 പേരും കൂടി. അവരുടെ കാര്യം പറയുമ്പോൾ ജസലിനെയും പീറ്ററിനെയും മറക്കാൻ പറ്റില്ല. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂലിപ്പണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവർ ദിവസവും സിൻസിയർ. അതുകൊണ്ടാണ് കൊയറൊക്കെ നന്നായിട്ട് നടത്താനും പറ്റിയത്. ജോയി അന്നും സൂപ്പർവൈസറായിരുന്നു, ഇന്നും സൂപ്പർവൈസറാണ്. ജോയി ഉണ്ടായിരുന്നപ്പോഴും. എനിവേ, ഇതിനൊക്കെ പുറമെ ഫ്രെഡി പള്ളനെയും ബാബുവിനെയും മറക്കാൻ പറ്റില്ല. റെക്സ് മാസ്റ്ററിൻ്റെ ബ്രദർ എന്നുള്ള കെയർ ഓഫിൽ ഇവരൊക്കെ സഹകരിക്കാൻ വരുമായിരുന്നു. അതുപോലെ വയലൻ സെക്ഷൻ ഫ്രാൻസിസ്, ഹെറാൾഡ്, രാജേന്ദ്രൻ, ജെയിൻ, അതുപോലെ പെർക്കഷൻ സൈഡ് ജോർജ് കുട്ടി, യൂജിൻ, ഇവരെല്ലാം ഹോളി വീക്കിനും ക്രിസ്മസിനൊക്കെ നമ്മുടെ പള്ളിയിലാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ഭാഗ്യമുള്ളവരായിരുന്നു ഇവരെയൊക്കെ വെച്ച് ആ നാട്ടിൽ കൊയർ നടത്താനും. വി റിയലി എൻജോയ്ഡ് ആ സമയം. അതുപോലെ പിന്നെ മറക്കാൻ പറ്റാത്ത മിൻമിനി, രാധികത്തിലേക്ക് പാടാൻ സ്പെഷ്യൽ പെർമിഷൻ മേടിക്കുമായിരുന്നു അച്ഛൻ്റെ നിന്ന്. നെയ്രീൻ പിന്നെ ഞങ്ങളുടെ ഇടവക്കാരുത്തിയായിരുന്നുകൊണ്ട് നെയ്രീൻ എപ്പോഴും കിട്ടുമായിരുന്നു. ഇവരെ കൂടി വന്ന് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂസ് ടു എൻജോയ്. പിന്നെ പെല്ലപ്പനെ സംബന്ധിച്ച് പെല്ലപ്പൻ ദുബായി പോയപ്പോഴും ബ്രേക്ക് ആക്കിയില്ല. അപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊയറിൽ ഗിറ്റാറും പാട്ടും കീബോർഡൊക്കെ ആയിട്ട്. ഞാനിവിടെ വന്നപ്പോൾ നിന്നുപോയി. ഇവിടെ എനിക്ക് മര്യാദക്ക് പ്രാക്ടീസിൻ്റെ നാൾ കിട്ടാണ്ടായപ്പോൾ ഐ വാസ് നോട്ട് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പെല്ലപ്പൻ അങ്ങനെ 50 വർഷം കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ പാട്ട് നിർത്തണ്ട, പാടിക്കൊണ്ടിരിക്കുക. എനിവേ വിൽ മീറ്റ് ഇൻ ജൂൺ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തും കീബോർഡിസ്റ്റുമായ പെല്ലപ്പന്റെ കൊയറിലെ 80ാമത്തെ വർഷാഘോഷ വേളയിൽ കൊച്ചിൻ സ്ട്രിങ്സിന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് കരത്താലേ തഴുകുന്ന നേരത്ത്